എന്റെ അമ്മ 2 സോസിന്റെ തുള്ളികൾ ഞാനൊന്ന് പുറത്ത് വീണോട്ടെ എന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് വീണു. ബാക്കിയൊക്കെ അവിടെ തിന്നു. എത്ര പല്ല് പോയി. എന്നാലും ഇന്ന് രക്തസാക്ഷിയായ ഈ റാപ്പിന് 4 രക്തത്തുള്ളികൾ മക്കളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ നിന്നോട് പ്രതികാരം ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഇവള് മലമ്പാമ്പ് വീഴണ പോലെ ഇതൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കണ. ഇവളെ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് വരുന്നുണ്ടല്ലോ. ബി കെയർഫുൾ, ഡോണ്ട് വാൾ ഹിയർ. ഓക്കെ. എന്റെ മോനെ കഴിച്ചു, മൊത്തം കഴിച്ചു. 1 2 3 4 സോസിന്റെ തുള്ളി പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കോട്ടെ കരയ അവിടെ കിടന്നിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോണത് ബൈറ്റ് ചാലഞ്ച്. അതെ, അപ്പൊ ബൈറ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കുറെ കണ്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും കുറവ് ബൈറ്റ്സിൽ ആരാണോ ഫുഡ് കഴിച്ച് തീർക്കുന്നത് അവര് വിജയിക്കും. ഇറ്റ്സ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ബൈറ്റ് കൗണ്ട് അനുസരിച്ചായിരിക്കും കഴിക്കും. ഇപ്പൊ 2 ബൈറ്റിൽ കഴിക്കുന്നു പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ 3 ബൈറ്റ് പറഞ്ഞു വെച്ചാൽ ഞാൻ വിൻ ചെയ്ത് കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഫുഡ് വരട്ടെ. അപ്പൊ നമ്മുടെ ഫുഡ് വന്നു. അപ്പൊ നമ്മള് ആദ്യം തന്നെ കേക്ക് പീസാണ്, റെഡ് വെൽവെറ്റ് കേക്കാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോണേ. അത്യാവശ്യം കണ്ടിട്ടുണ്ട്. എനിക്ക് മധുരം അങ്ങനെ കഴിക്കാനുള്ള കഴിവ് അത്ര ഇല്ല. ഞാനിപ്പോ കുറച്ചാളായിട്ട് മധുരം കുറച്ച് വരുമായിരുന്നു. പിന്നെ ഒരു ചലഞ്ചൊക്കെ ഏറ്റെടുക്കുമ്പോ അതങ്ങനെ ചെയ്യട്ടെ. അതെ, ചെയ്യണം. ഈ ഫെറോഷർ മോളിൽ നിന്ന് മാറ്റിയാലോ? ആ മാറ്റിക്കോ, കാരണം പ്ലാസ്റ്റിക് കവറിലാണ്. പറയണ അങ്ങോട്ട് മിഴുങ്ങാൻ പോവാ പറയണേ. പിന്നെ ചലഞ്ചാണ്, ഞാൻ സ്പിരിറ്റിൽ എടുക്കണോണ്ട് ചിലപ്പോ ഞാൻ വിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ നീ എത്ര ബൈറ്റ് പറയണേ? ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത്. നമുക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഞാൻ ഒരുമിച്ച് പറയാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. 2 ബൈറ്റ്. ചുമ്മാ ഞഞ്ഞാ പിഞ്ഞാ വിളി വേണ്ടെന്ന് പറ പോളേട്ടനോട്. ആരെന്ത് ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ. സമയമില്ല കളയാൻ. 2 ബൈറ്റ് കഴിയണം. ഓക്കെ, അപ്പൊ നീ കഴിച്ചോ ആദ്യം. നീ 4 ബൈറ്റ് അല്ലേ? നമുക്ക് നോക്കാം. അല്ല, ഓരോരുത്തരും കഴിക്കാം. അതന്നെയല്ലേ പറഞ്ഞു. ഫുൾ കഴിക്കാനല്ല, ഫസ്റ്റ് ഞാൻ ബൈറ്റ് എടുത്തിട്ട് നീ ബൈറ്റ് എടുത്ത. അല്ലെങ്കിൽ ഇനിയിപ്പോ ഫുൾ കഴിക്കണേ പിന്നെ അതേ 4 ബൈറ്റ് ഫസ്റ്റ് ബൈറ്റ് നീ കഴിക്കാം. ഭയങ്കര വലിയ കേക്ക് പീസാട്ടാ. ഇതെങ്ങനെ ഞാൻ 2 ബൈറ്റോട്ട് കഴിക്കും? പേടിയാണ്. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചല്ലോ, സന്തോഷമായല്ലോ. ഒരു പൊറോട്ട അരക്കറിയും കൂടി ഇത്ര കടിച്ചല്ലോ. ഓ, കേക്കിന്റെ 1/3 ഭാഗം പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഹൗ ഇസ് ഇറ്റ് കേക്ക്? നല്ല ടേസ്റ്റ് അല്ലേ? പക്ഷെ എനിക്ക് 4 ബൈറ്റ് പറ്റുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കണ്ട. 2 ബൈറ്റ് ആണ്. ഇത് കഴിക്കാൻ പറ്റും. ഓക്കെ. അയ്യോ, കുഞ്ഞായതോന്ന്. അനാവശ്യത്തിന് എടുക്കരുത്, ആവശ്യത്തിന് എടുക്കാതിരിക്കാൻ നോക്കണം. അത്യാവശ്യത്തിന് എടുക്കാതിരിക്കുകയും ചെയ്യരുത്. ഇത് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ വീഡിയോസിൽ. ഇത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്കത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാക്കണം. 2 ബൈറ്റ് ആണ്. പറ്റത്തില്ല. എങ്ങനെയുണ്ട്? പിന്നെ നിന്റെ സെക്കൻഡ് ബൈറ്റ് ഞാൻ കഴിച്ചേറ്റും ഒരു പൊട്ട്. പക്ഷെ ഇത് എനിക്ക് 4 ബൈറ്റിൽ ഞാൻ കഴിച്ചാൽ ഞാൻ വിൻ ചെയ്യും കേട്ടാ. 4 ബൈറ്റ് കഴിച്ചല്ലേ? എന്റെ എന്തത് തിരിച്ചെടുക്കണ പരിപാടിയില്ല. കഴിക്കണം. മുടി തിന്നണ്ട. മുടി തിന്നാണ്ടല്ലേ? ഓക്കെ, സെക്കൻഡ് ബൈറ്റ് കഴിഞ്ഞു. ഞാൻ എന്റെ സെക്കൻഡ് ബൈറ്റ്. അപ്പൊ ഞാൻ എന്റെ സെക്കൻഡ് ബൈറ്റ് കഴിഞ്ഞു. ഇത് ഞാൻ 4 ബൈറ്റിൽ കഴിക്കുന്ന എനിക്ക് ഉറപ്പാ. സെക്കൻഡ് ബൈറ്റിൽ കഴിച്ചില്ലേ നീ തോറ്റ്. സെക്കൻഡ് ബൈറ്റ്. പൊതുവെ എനിക്ക് കേക്കൊന്നും ഇങ്ങനെ കഴിക്കാനേ പറ്റാറില്ല കേട്ടോ. അങ്ങനെ കള്ളക്കളി ഇതെന്ത് അങ്ങനെ ഉരുട്ടാനൊന്നും പറ്റത്തില്ല. അതാര് പറഞ്ഞു? അങ്ങനെ ഏത് രീതിയിലാണ് നമുക്ക് കഴിക്കാം? മെല്ലെ കഴിച്ചേട്ടാ. വായ തുറക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസമായിട്ട് 2 സൈഡ് ചെവി വേദന ഉണ്ടായിരുന്നു. നീ ചെവി കൂടി അല്ലല്ലോ തിന്നണേ.
ഓക്കെ ഓക്കെ. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. ഈ ഒരു ഇനി ബൈറ്റ് ഒരു ബൈറ്റിൽ കഴിയും. 2 ബൈറ്റിൽ കഴിക്കാൻ പറ്റില്ല. ബുദ്ധിപരമായി ചെയ്യണം. എന്താ പറയണേ, നോക്കട്ടെ. എനിക്കറിയാം. അല്ല അപ്പൊ ഇത് ഞാൻ 3 ബൈറ്റിൽ കഴിച്ചാൽ ഞാൻ ജയിക്കില്ലേ? ഇല്ല, അതെന്താ? നീ 2 ബൈറ്റ് പറഞ്ഞു, നീ ഫെയിൽഡ് ആയി. നിന്നോട് ആര് പറഞ്ഞു നീ 3 ബൈറ്റ് പറഞ്ഞു? നീ 3 ബൈറ്റ്. അപ്പോഴും നീ 4 ബൈറ്റിനായിട്ടും കുറവല്ലേ ഞാൻ 3 ബൈറ്റ് അങ്ങനെ ജയിക്കണേ? അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10? ഞാൻ 15 ചോദിച്ചാലോ? അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. നമ്മൾ പറയണ ചെയ്യാൻ പറ്റില്ല, അവര് തോക്കും. ഞാൻ പറയണ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ജയിക്കും. ഇപ്പൊ ഞാൻ 4 ബൈറ്റ് കഴിച്ചില്ലെങ്കിൽ 2 ആളും തോക്കും. പിന്നെ ആരാണോ കുറവ് കഴിക്കുന്നത് അവർ ജയിക്കും. ഞങ്ങൾ അന്നേ വന്ന് മാപ്പ് പറയാനിരിക്കായിരുന്നു. സോറി, തിരക്ക് കാരണം കുറച്ച് വൈകിപ്പോയി. സോറി. ഞങ്ങൾക്കന്ന് ആള് തെറ്റിയതാ. സോറി. ഇപ്പൊ SI ആയല്ലേ? സോറി. സീൻ തന്നെ. നിങ്ങക്ക് 3 ബൈറ്റ് കഴിക്കാൻ പറയാണ്. కుసలే ఇంబ్రాదా కుసలే మనకరి ఇంబ్రా ఆందలేలి చువా ഇതേത് ഭാഷ? మచ్చలాడే కూడా మాట్లాడతాడా അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. 3 ബൈറ്റ് കഴിക്കും നീ പറയുമായിരുന്നെ നീ ജയിച്ചേനും. അല്ല നീ അത് 4 ബൈറ്റിൽ തീർക്കോ? ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചാൻസ് ഉണ്ടല്ലോ. ഞാൻ അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണേ. അതുണ്ട്. എനിക്ക് വിസ്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് തിന്നു. ഓക്കെ, ഫെറാറ റോഷർ കഴിക്കാറ് എനിക്ക്. ആ 4ാമത്തെ ബൈറ്റ് കേട്ടോ. 4ാമത്തെ ബൈറ്റ് കാണണ്ട. അപ്പുറത്തോടെ വല്ല പാണ്ടിലോര് എങ്ങനെ ഓടണ്ട, അതിൽ കയറ്റി വിടുകയാണോ ഫുഡ്? ബാക്കിയൊന്നുണ്ടോ? ഓക്കെ ഗൈസ്, അവളത് തിന്ന് തീർത്തു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ അവൾക്കൊരു പോയിന്റ്. ഒന്നും മിണ്ടാത്ത സംസാരിക്കൂ. ഞാൻ കാലത്തോട്ടൊന്നും കഴിക്കാണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, പക്ഷേ ഈ ബൈറ്റ് ചലഞ്ച് ഇത്ര വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫുഡിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഗളി. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. തോറ്റുപോയി അഹങ്കാരം കൊണ്ട്. സെക്കൻഡ് റൗണ്ട്. അപ്പോൾ അടുത്ത ഫുഡ് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെന്താണ്? പെയറാണ് നമ്മുടെ കയ്യിലുള്ളത്. പെയറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇത് എത്ര ബൈറ്റില് കഴിക്കാൻ നോക്കാം. എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ അങ്ങനെ കൗണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നീ എത്ര? ഒരുമിച്ച് പറയാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. 3. ഞാൻ 4 റൗണ്ട് പറഞ്ഞ. എനിക്ക് അങ്ങനെ ഇത് പക്ഷെ കുരു ഉണ്ടല്ലോ, കുരു ഞാൻ കഴിക്കില്ലേടാ. കുരു തുപ്പിക്കോ, കുഴപ്പമില്ല. കുരു തുപ്പണാ? കുരു എന്നാ കഴിച്ചോ. ഓക്കെ, എന്നാ ഫസ്റ്റ് ബൈറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അല്ലേ വേണ്ട, നീ ഫസ്റ്റ് ബൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. നീ സ്റ്റാർട്ട് ചെയ്യ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇത് കാണുന്ന പോലെയല്ല, ഇത് കടിക്കാൻ പറ്റില്ല ഗൈസ്. തിന്നാൻ പറ്റും, ഇത് കടിക്കണ്ടേ? ഓക്കെ, എനിക്ക് പറ്റും. താൻ അറിയുന്ന ആ പഴയ ഹിന്ദു ചൂടനല്ല സമൂഹം നരസിംഹം എന്ന് പറയുന്ന. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എന്താ രാക്ഷസിയാണ്, രാക്ഷസി. ഇതാണ് ഫസ്റ്റ് ബൈറ്റ്. ഓക്കെ, എന്റെ ഫസ്റ്റ് ബൈറ്റ്. 3 കടിയുണ്ടല്ലോ, കറിയൊക്കെ തീരായിരിക്കും. കഴിക്കോ?
ഇത് വിൻ ചെയ്യുന്നവർക്ക് 20 പൗണ്ട് ഉണ്ട് ഗിഫ്റ്റ് വൗച്ചർ. ഇനി എൻ്റെ സെക്കൻഡ് ബൈറ്റ്. കണ്ടിന്യോ. ആഞ്ജനേയ സ്വാമി. കടിക്കാൻ പറ്റും, വായ വെച്ചാൽ മാത്രം മതിയാ. എത്ര പല്ല് പോയി. കടിക്കാനും പോലെ വെച്ചിട്ട് വേണ്ടി കേട്ടോ എന്റെ അമ്മേ. ഓക്കെ, എന്റെ സെക്കൻഡ് ബൈറ്റ് ഗൈസ്. എന്റെ പല്ലുകൾക്ക് ബലമില്ല. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? നമുക്ക് അടിച്ചു കടിച്ചു പോണു. എന്നാ ഞാൻ കടിച്ചടിച്ച് പോയനല്ലോ. എന്താ ചെയ്യാ, ഗെയിം സ്പിരിറ്റ് ഇല്ല, ബുദ്ധി ഉപയോഗിക്കുന്നില്ല. തേർഡ് ബൈറ്റ്. എന്റെ തേർഡ് ബൈറ്റ്. ഇതിന്റെ നടുക്കോട് പോന്ന് ഞരമ്പിന് കഴിക്കണ്ടല്ലോ. അത് വേണ്ട, അത് വേണേ കടിച്ചു കളഞ്ഞിട്ട് ബാക്കിയുള്ളൂ. നീ അത് വേണേ കടിച്ചു കളഞ്ഞു, ഞാനെന്നെ കടിച്ചു കളയാം. കാരണം ഇതിന്റെ സെന്ററിൽ വേണ്ട ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നടുക്കൊരു കുരു ഉണ്ട്, അതും കഴിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പൊ തന്നെ കടിച്ചു കളഞ്ഞ. ഇതെന്റെ തേർഡ് ബൈറ്റ് ആണ്. എനിക്കിനി ഒരു ബൈറ്റ് കൂടെ ഉള്ളൂ. എന്നാ നീ ഒരു ബൈറ്റ് കഴിക്ക്. തേർഡ് ബൈറ്റ് എടുക്ക്. കാണട്ടെ നിന്റെ തേർഡ് ബൈറ്റ്. പല്ല് ഭയങ്കര സ്വാദ്. ഇവളായിട്ട് കടിപിടി കൂടി ഉണ്ടല്ലേ, കടിച്ചു വിളി തിന്ന ആൾക്കാരെ. രാക്ഷസി തന്നെ ഉള്ളു. എന്റെ മാത. അതിന്റെ തേർഡ് ബൈറ്റ് ആണ് ഗൈസ്. അപ്പോ ഈ റൗണ്ടില് ഞാൻ വിജയിച്ചു, തേർഡ് ബൈറ്റ്. അപ്പൊ എനിക്കൊരു പോയിന്റ്, അവൾക്കൊരു പോയിന്റ്. ഓക്കെ, അപ്പൊ തേർഡ് റൗണ്ട് ഫുഡ് വരട്ടെ. കുൽഫിയാണ്, കുറച്ച് സമാധാനം. എന്റെ വാഗ വേദന എടുക്കുന്നു എനിക്ക്. ഇവിടെ എന്റെ അണ്ണാക്ക് വരെ വേദന എടുക്കുന്നു. അപ്പൊ നിന്റെ വായ എനിക്ക് കടച്ചിലെടുക്കുന്നു. എനിക്ക് കുറച്ച് ആശ്വാസത്തിന് ലോലിപ്പോപ്പ്. ഞാൻ ഇത്രയും ഫുഡൊന്നും എന്നെ കഴിക്കാറില്ല പൊതുവെ, പക്ഷെ ചലഞ്ചിന്റെ ഒരു സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴിക്കുന്നത്. നമ്മുടെ ലോലിപ്പോപ്പ് എത്തിയിട്ടുണ്ട്. ഇത് എത്ര വലിയായിരിക്കും? പറയും വേഗം പറയും, നോക്കാണ്ട് പറയും. ഒരുമിച്ച് അറിയാം. 1 2 3 സ്റ്റാർട്ട്. ഒറ്റ ബൈറ്റ്. അപ്പൊ നിന്റെ 3 ബൈറ്റ് ആണ്. എന്റെ ഫസ്റ്റ് ബൈറ്റിൽ കഴിഞ്ഞാ പിന്നെ നിനക്ക് അത് തിന്നാൻ പറ്റുമോ? പിന്നെ മെല്ലെ കഴിക്കും. പിന്നെ കഷ്ടപ്പെട്ട് കഴിക്കും. പെട്ടെന്ന് കഴിയുമ്പോ നീ ഫസ്റ്റ് കഴിക്കി. ഫസ്റ്റ് ബൈറ്റിൽ ഞാൻ 3 ബൈറ്റ് അല്ലേ പറഞ്ഞത്. സെക്കൻഡ് ബൈറ്റ് എടുത്തോ? ഫസ്റ്റ് ബൈറ്റ്. ചതിച്ചോ മഹാഭദ്രേ, ഇത് അവര് തന്നെ നരഭോജികൾ. കഴിക്കണം. കഴിക്കണം. കളകൾ പറ്റില്ല. കഴിച്ചാലേ പിന്തിയുള്ളൂ. സമ്മതിച്ചു. എനിക്ക് തണുപ്പ് അങ്ങനെ പല്ലിൽ വെച്ചിട്ട് ഒരച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. കണ്ണൊന്ന് കരയുന്നുണ്ടോ? നല്ല കഴിയാതെ നല്ല കഴിഞ്ഞിട്ട് വാ.
ഓ കഴിഞ്ഞു ഗൈസ്. പക്ഷെ നല്ല ഞാൻ വിചാരിച്ചു ഞാൻ ജയിക്കുന്നു. എന്റെ പല്ലൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. അല്ലേ? മിൽക്കിന്റെ ടേസ്റ്റാ. അപ്പൊ ഗൈസ് കുൽഫിൽ പെട്ടെന്ന് ഞാൻ കഴിഞ്ഞു തന്നെ ജയിച്ചു ഗൈസ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ഞാൻ അപ്പൊ- രണ്ട് പറയായിരിക്കും തോക്ക് വരും. എനിക്ക് 2 പോയിന്റ്, അവൾക്ക് 1 ഒരു പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്ത കഴിക്കാം. കഴിക്ക് എന്നിട്ട് കഴിക്കാൻ എടുത്ത് പോരെ. എന്റെ വല്ലൊക്കെ ഇങ്ങനെ കഴിച്ചു. ഇങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ കഴിച്ചത്. നല്ല തണുപ്പുണ്ട്. പല്ല് വേണം. പക്ഷെ അല്ല ഞാൻ ഈ ചലഞ്ച് ചിലപ്പോ എനിക്ക് എന്റെ പല്ലിന് റെസിസ്റ്റിംഗ് പവർ ഉണ്ടായിരിക്കും, നിന്റെ പല്ലിന് ചിലപ്പോ കാർന്നെടുക്കാനുള്ള പവർ ആയിരിക്കും ഉള്ളത്. രണ്ട് ടൈപ്പാ. പക്ഷെ എനിക്ക് തോന്നുന്നു 3 ബൈറ്റ് പറ്റില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ ഇതിന് ഞാൻ അപ്രീസിയേഷൻ കൊടുക്കും. അടിപൊളിയായിരുന്നു. I have to appreciate. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഫുഡ് Yes. ഗൈസ്. നമ്മുടെ അടുത്ത ഫുഡ് റാപ്പാണ്. നമ്മുടെ സബ്വേയിലെ സ്വന്തം റാപ്പാണ് ഇത്. ടിക്ക റാപ്പാണ്. ചിക്കൻ ടിക്ക. ചിക്കൻ ടിക്ക റാപ്പ്. തുറക്കുന്നതിന് മുന്നേ എത്ര ബൈറ്റ് എന്ന് പറയണം. ഒഴിഞ്ഞൊക്കെ പിടിച്ച അളവൊക്കെ നോക്കിയിട്ടാണ് പറയണത്. എന്നിട്ട് പറയാം തുറന്നിട്ട് കാണാൻ പാടില്ല. ഓക്കെ ഓക്കെ, ഞാനൊരു റെഡി 1 2 3 സ്റ്റാർട്ട്. 3 ഇതെനിക്ക് കാണണം. 3 വൈകിട്ട് തീർക്കുന്നതായിരിക്കും കാണണം. ഞാനൊരു മണ്ടരല്ല, എനിക്ക് 2 വട്ടം പണി കിട്ടി. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ജയിക്കുവാണെങ്കിൽ നമ്മൾ ഇതിന് 3 വൈകിട്ട് 4 വൈകിട്ട് ഇത് തീർക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് റാപ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ചത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാ ഈ റാപ്പ് കൊണ്ട് അതിനെന്തിനാ പറയാ, ടോട്ടില റാപ്പിന്റെ ഇതാന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇതല്ല, ഇത് മറ്റേ ഫ്രാൻസിലൊക്കെ ഉള്ള മറ്റേ ബണ്ണില്ലേ, ആ സാധന പണ്ടാരം ഫ്രഞ്ച് ബണ്ണാണ്ടാ. ഇതെങ്ങനെ തിന്നാനാ? 1 2 എടുത്തോ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവൻ 2 ബൈറ്റ് പറയുമ്പോ ഞാൻ 3 പിടിക്കാം. അതാണ് എന്റെ ബുദ്ധി. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമായിരിക്കും, കാരണം സബ്വേന്നായിരുന്നു. വയറും പെട്ടെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഇനി ഒരു വയറ് പോലും ഇല്ല. അല്ല, ഇതില് ഞാൻ ജയിച്ചാല് നമ്മള് ടൈ. ശരിയാ. ഞാൻ തോറ്റാല് നീ ജയിക്കും. യെസ്, നീ തോറ്റു. 4 ഇത് എത്ര വൈകിട്ട്? ഉറപ്പിക്കാവോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് അപ്പൊ ഫസ്റ്റ് ബൈറ്റ് നീ തന്നെ എടുത്തോ. ഓക്കെ ഗൈസ്, എന്റെ ഫസ്റ്റ് ബൈറ്റ് ആണ്. കണ്ടോ? പേടിയാണ്. കുഴപ്പമില്ല, നല്ല ബൈറ്റ്. ആള് കൊള്ളാട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കട്ടെ. അല്ല, പയ്യന്നാ മതി, തിരക്കില്ല. എന്നോടുള്ള ദേഷ്യമാണ് നീ കടിച്ചമർത്തിക്കൊണ്ടിരുന്ന. ഇങ്ങനെ കടിക്കുന്നില്ലോ. ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റ് ബൈറ്റ് കേട്ടോ. എനിക്ക് പയ്യ കഴിച്ചാൽ മതി. 4 ബൈറ്റ് ഉണ്ടല്ലോ. 1 2 3 4. കടിച്ച് പോകുന്ന ടെക്നിക്ക് എനിക്ക് ഉപയോഗിക്കണം. എമ്മിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രുചിയുണ്ട്. സോസും നല്ല കൊള്ളാം. ഇതൊക്കെ ബൈറ്റ്. ഇപ്പൊ എന്റെ സെക്കൻഡ് ബൈറ്റ് ഗൈസ്. സെക്കൻഡ് ബൈറ്റ് കുറച്ച് മെസ്സി ആയിരിക്കും. ഡോണ്ട് എസ്റ്റിമേറ്റ് മീ. ഞാൻ നോക്കി. ഊതി കളയണം.
മറ്റേ 100 മീറ്റർ ഓട്ടത്തിന് പകുതി ഓടിയിട്ട് ബാക്കി പകുതി റൗണ്ട് കറങ്ങി ഇങ്ങനെ വരുമ്പോ ഏറ്റവും ലാസ്റ്റ് ആൾ ഫസ്റ്റ് എത്തുന്ന പോലെ കട്ടിച്ചൊക്കെ ഇറക്കുക. ഓ സെക്കൻഡ് ബൈറ്റ് എടുത്തപ്പോ അതൊരു ബൈറ്റ് കഴിയും ഇനി. ഓക്കെ, അപ്പോ ഞാൻ എൻ്റെ ബൈറ്റ് എടുക്കാം. കുനിയനുണ്ട്, നല്ല സോസ് ഉണ്ട്, ചിക്കൻ ടിക്ക ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ജാലപ്പീനോ ഉണ്ട്, ലെറ്റസ് ഉണ്ട്, ശ്രീലി കൂട്ടിട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ സെക്കൻഡ് ബൈറ്റ് എടുക്കാം. എന്താ സംസാരിക്കണ്ട കേട്ടോ. എന്റെ കണ്ണീന്ന് മൂക്കിന്നൊക്കെ വരുന്നു. നോക്കിയൊന്നുമില്ല, ഒരു കഷ്ണം കുഞ്ഞു കഷ്ണം വേണം. ഒരു കുഞ്ഞു കണ്ണി ഇവിടെ വീണെടുക്കുന്ന ഞാൻ കണ്ടില്ല കേട്ടോ, ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ ചതി ഞാൻ കണ്ടിട്ടില്ല, ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഒരു കുഞ്ഞു കഷ്ണം വീണ കിടക്കണം. തേർഡ് ബൈറ്റ് അപ്പൊ ഗുഡ് പറഞ്ഞ ക്ഷീണായി. വേണം നീ തേർഡ് എടുത്തിട്ട് ഞാൻ എടുക്കാം. അപ്പൊ ഇതെന്റെ ലാസ്റ്റ് ബൈറ്റാ. ഇത് ഞാൻ വിൻ ചെയ്താൽ നീ തിന്നണത് കേട്ടോ, കഴിക്കണത്. വായിൽ കുത്തിയേറ്റ് വെച്ചോണ്ട് കാര്യമില്ല, അത് കഴിക്കണം. അപ്പൊ ടൈ ബ്രേക്കർ ഉണ്ടോ? വായന്ന് വെള്ളം പോണേ. ടൈ ബ്രേക്കർ ഉണ്ടോ? നമ്മൾ ടൈ ആവുമല്ലോ. ടൈ ആയി കഴിഞ്ഞാ ഫുഡൊന്നും കഴിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് വയ്യ, ഇനി എന്റെ വയറ് നിറഞ്ഞോ. ഇത് ഞാൻ ജയിച്ച ടൈ ബ്രേക്കർ ഉണ്ടാവും കേട്ടോ. നാട്ടിക്ക് പോണതിന് മുമ്പ് കുറച്ച് വെയിറ്റ് ഒക്കെ കുറച്ച് സുന്ദരനായിട്ട് പോകുന്ന വിചാരിച്ചാ. അപ്പോഴാണ് ഈ ബൈറ്റ് ചലഞ്ച് ആയിട്ട് വന്നത്. കാണട്ടെ, നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു നിന്റെ ഒരു ഇത് വെച്ച് നീ അത് കഴിക്കും. പറയുന്നില്ല, കഴിക്കും. പക്ഷെ അത് നീ വായിലേക്ക് ഇറക്കിയാലും നിനക്കത് കഴിച്ചു തീർക്കാൻ പറ്റില്ല. ഇതിങ്ങനെ രണ്ട് മുറിക്കാൻ പറ്റുമോ? അതൊക്കെ നിനക്ക് മുറിക്കാം, രണ്ടെണ്ണമായിട്ട് മുറിച്ചോ. പക്ഷെ ഒറ്റ ബൈറ്റിൽ അത് തീർക്കണം. ഒറ്റ ബൈറ്റാണ് കടി. അങ്ങനെ വെച്ചിട്ട് നിന്റെ വായിൽ കുഴപ്പമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവള് മലമ്പാമ്പ് വിഴണ പോലെ ഇതൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കണ. ഇവളെ പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. എൻ്റെ അമ്മ, 2 സോസിന്റെ തുള്ളികൾ ഞാനൊന്ന് പുറത്ത് വീണോട്ടെ എന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് വീണു. ബാക്കിയൊക്കെ അവിടെ തിന്നു. എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് വരുന്നുണ്ടോ? ബി കെയർഫുൾ, ഡോണ്ട് വാൾ ഹിയർ. ഓക്കെ, പിന്നെ നമ്മളവിടെ തെണ്ടിത്തരം പറയുന്നതെന്നാണ് ആലോചിച്ചിട്ടുണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല, ഇപ്പൊ എന്താ വേണം പറയാം. ഓക്കെ, അവൾ ജയിച്ചു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോനെ കഴിച്ചു, മൊത്തം കഴിച്ചു. ഒരു തുള്ളി, 1 2 3 4 സോസിന്റെ തുള്ളി പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കോട്ടെ. കരയ അവിടെ കിടന്നിട്ട് അങ്ങനെ ചാടി. ബാക്കിയൊക്കെ ഒരു സബോളയുടെ ഒരു പീസിലായിട്ട് തിന്നു. ഇഷ്ടം എനിക്ക് ആകെ പറയാൻ ഒറ്റ കാര്യം, നല്ല രുചിയില്ലേ ഈ തെണ്ടി കൊറേ നേരം എന്നെ ചിരിപ്പിച്ചു. ഞാൻ തൊണ്ട കിട്ടി ചത്തു പോകുന്നു. ഇവനൊരു ബുദ്ധി ചിരിപ്പിച്ചു എന്നൊക്കെ. ഇവൻ ഞാൻ ഇത്ര ഹെവി ആയിട്ട് വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവ സൈഡിലിരുന്ന് കൗണ്ടർ അടിക്കുന്ന എനിക്ക് ചിരിയും വരും. ഞാൻ പേടിച്ച് എന്റെ തൊണ്ട കിട്ടി ഞാൻ ചത്തു പോകുന്നു. അതുപോലെ ഇവ ചിന്തിക്കണ പോലില്ല, ഇവ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് വയ്യ. ഞാൻ ഇവിടെ തിന്നണ കണ്ടിട്ട് ഞാൻ ഇരിക്കുമ്പോ ഞാൻ പിന്നെ എനിക്ക് നിങ്ങൾ സംസാരിക്കണ്ടേ? അയ്യോ, എന്നാൽ ചിരിപ്പിക്കരുത്. എന്നാലും ഇന്ന് രക്തസാക്ഷിയായ ഈ റാപ്പിന് 4 രക്തത്തുള്ളികൾ മക്കളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ നിന്നോട് പ്രതികാരം ചെയ്യും. ഞാൻ കഴിച്ചു എന്താ കുഞ്ഞുകുഞ്ഞാലോ എന്തായാലും കേട്ടല്ലോ. ഓ ഗൈസ്, എന്റെ ഇടയ്ക്ക് എന്റെ ഒരു മുടിയും കൂടെ ഞാൻ തോന്നുന്നു. ഇന്ന് ജയിക്കുന്ന ആൾക്കാർക്ക്
20 പൗണ്ട് ആയിരുന്നു സമ്മാനം. അപ്പോൾ ടൈ ടൈ ചെയ്യാനും 10 പൗണ്ട് എനിക്ക് 10 പൗണ്ട് അവൾക്ക്. അങ്ങനെയാണ്. ശരി എന്നാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ടൈ ബ്രേക്കർ വെക്കായിരുന്നു വേണമെങ്കിൽ. ഞാൻ ടൈ ബ്രേക്കറിന് റെഡി അവന് പറ്റണില്ല പറഞ്ഞു. അപ്പൊ ഞാനല്ലേ ഗൈസ് ശരിക്കും വിജയ്. അതെ, അപ്പൊ എനിക്ക് 20 പൗണ്ട് വേണ്ട. നിങ്ങൾ പറയൂ. ശരി, ബൈക്കിൽ സ്ഥലമില്ല. അപ്പൊ അടുത്ത ഞാൻ ജയിച്ചു. അല്ല, ഒരു വലിയ സാധനം, അതായത് ഒരു വലിയ ചിക്കനാ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വേണം മത്സരം നടത്താൻ. പല പല ഫുഡുകൾ പറ്റില്ല. എന്താ ചിക്കൻ അവനും കഴിക്കാൻ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ചിക്കൻ. അങ്ങനെ അതൊക്കെ വെറുതെ. നമ്മളിപ്പോ ഞാൻ ഈ വീഡിയോസ് കണ്ടപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ വെറും തോന്നല. ഞാൻ കേൾക്കാറുണ്ട് ഇവൻ തള്ളുന്ന മറ്റേ കുറെ ചിലരുണ്ടാവില്ല വലിയ പാത്രത്തിൽ കുറെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടവനോട് പറയും നമുക്ക് ചാലഞ്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അപ്പം പറയും ഇതൊക്കെ എനിക്ക് സിമ്പിൾ, ഞാൻ ഡയറ്റിലായോണ്ട്. ഇത് കണ്ടോ 3 ബൈറ്റിന് ഞാൻ കഴിച്ചു, ഇവൻ തോറ്റു. നമ്മൾ കാണുന്ന പോലെയല്ല ഗൈസ്, കണ്ടറിവിനേക്കാൾ വലിയ സത്യം. ശരിക്കും എനിക്ക് ജയിക്കായിരുന്നു. പിന്നെ ഇട്ടുകൊടുത്ത അല്ലെങ്കിൽ ഞാനാ വിജയിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ ജയിക്കാവുന്നതായിരുന്നു, കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ. ബിക്കോസ് എനിക്ക് മനസ്സിലായത് എനിക്കവിടെ കുറച്ചുകൂടി കഴിക്കാനുള്ള കഴിവ്. ഞാൻ എന്റെ വായ കൊണ്ട് കുറച്ചു നേരം വെള്ളത്തിലെടുത്തത്. കാരണം ആ ഐസ് നിന്ന് എന്റെ പല്ലിന്റെ തന്തയ്ക്ക് നിളക്കൊക്കെ വിളിക്കുന്നുണ്ട്. പല്ല് എടുത്തിട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് തൊണ്ടയിട്ട് ചാവുമെന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി കഴിച്ചേക്കും മാം. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചലഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ പറയണ അനുസരിച്ച് നമ്മൾ ലോങ് വീഡിയോസ് ഇനി ചെയ്യാൻ പോവാം. ലോങ് വീഡിയോസ് കൂടുതൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് ഏത് ലോങ് വീഡിയോ എന്ത് ചലഞ്ച് ചെയ്യണമെന്നൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ വലിയ സന്തോഷം. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് ബട്ടൺ ഹൈപ്പ് ചെയ്യാം. ഹൈപ്പ് ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഹൈപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.